നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എന്താണെന്നറിയോ? നമ്മൾ UPayയിലും GPayയിലെല്ലാം പേയ്മെൻറ്റ് ചെയ്യുന്നത് തന്നെയാണ്. ഇപ്പോൾ ഒരു ട്രയലായിട്ട് ഒരു ദിവസം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അതായത് ഒരു 10,000 രൂപ വിഡ്രോ ചെയ്യാം. ഓക്കെ, ഈ ഒരു 10,000 രൂപയിലായിരിക്കണം നമ്മുടെ ഈ മാസത്തെ എക്സ്പെൻസസ് എല്ലാം വരേണ്ടത്. അതായത് ഇതൊരു തോട്ട് പ്രോസസ് ആണ്. നമുക്ക് ഒരു മാസത്തേക്കോ ഒരു വീക്കിലേക്കോ ഒരു 30 ഡേയ്സിലൊക്കെ അല്ല, എല്ലാം ക്യാഷ് ആയിട്ട് വേണം കൊടുക്കാൻ. സീരിയസ്ലി, അതായത് എല്ലാം ക്യാഷ് ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കാൻ നോക്കാം. നമ്മൾ കയ്യിൽ നിന്ന് ക്യാഷ് കൊടുത്തിട്ട് ക്യാഷ് തിരിച്ച് മേടിക്കുമ്പോഴാണ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ട്രൂ വാല്യൂ ഓഫ് മണി. ട്രാൻസ്പെറൻ്റ് ആണ്, വെരി വെരി ഈസി. ബട്ട് യു ഡോണ്ട് നോ വാട്ട് യു ആർ ട്രാൻസ്ഫറിങ് അൺലെസ് നിങ്ങളിപ്പോൾ രാവിലെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു 10,000 രൂപ കയ്യിലെടുത്ത് വെക്കുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് ഒരു ഓട്ടോ പിടിച്ചിട്ട് വരുന്നു, ഒരു 300 രൂപ നമ്മൾ ഓട്ടോ ചാർജായിട്ട് കൊടുത്തു. സെയിം തിരിച്ചു പോകുമ്പോഴും ഈ ഒരു 300 രൂപ കൊടുക്കുന്നു. നമ്മൾ പോകുന്ന വഴിയിൽ ഇപ്പം വിശക്കുമ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് ഒരു 600-700 രൂപയോളം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ആ ഒരു ദിവസം 1,200 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ 8,800 രൂപ മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ. ഈ ഒരു 8,800 രൂപ നിങ്ങൾ ഈ ഒരു മാസത്തേക്ക് മാറ്റി വയ്ക്കണം. ഇന്നൊരു ദിവസത്തെ നിങ്ങളുടെ ചിലവ് 1000 രൂപയാണെന്നുണ്ടെങ്കിൽ 30 ദിവസത്തേക്ക് 30,000 രൂപയാണ്. പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ളതാവട്ടെ 10,000 രൂപ. ഈ ഒരു 10,000 രൂപ എങ്ങനെ 30 ദിവസത്തേക്ക് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ഹാവ് ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ.